യെസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ മോർണിംഗ് വാക്കിൽ നമ്മൾ വാർത്തകൾ തുടരുകയാണ്, നടത്തവും തുടരുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ നീറമൺകരയിലെ ഈ വാക്കിൽ നടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു നിർമ്മിതി ഇവിടെ ഉള്ളത്. വളരെ രസകരമായിട്ടുണ്ട് അല്ലേ? നോക്കുക, ഈ വൈറ്റ് ഫ്രെയിമിലൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാം. ഇങ്ങനെ സ്റ്റെപ്പുകൾ, പടവുകൾ ഇറങ്ങി വന്ന് ഈ പുഴയോട് ചേർന്ന്, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങാം നമുക്ക്. പുഴയോട് ചേർന്ന ഒരു ഭാഗം, അവിടെ നിന്നും പുഴയെ ആസ്വദിക്കാം. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു പറയുന്നത് ഇവിടെ ചെറിയ ഒരു പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഒരു ഗാലറി പോലും ഉണ്ടല്ലേ? നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ നിർമ്മിതി. അപ്പം ഇങ്ങനെ വൈകിട്ടൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ നല്ല സ്ഥലമാണ്. ഇങ്ങനെ ഇരിക്കാം അല്ലെ, ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇരിക്കാം. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ജനകീയ കോടതി ഓർമ്മ വന്നു. നമ്മുടെ രഞ്ജിത്തിനോട് പറഞ്ഞാൽ, രഞ്ജിത്തെ ആ ഫ്രെയിം ഒന്ന് കാണിച്ചു കൊടുത്താൽ നമ്മുടെ ജനകീയ കോടതി പോലെ ഉണ്ട് അവിടെ ഇവിടെയും അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പെട്ടെന്ന് പോവാം. വയനാട്ടിൽ നിന്ന് ഇന്നലെ ഒരു സങ്കട വാർത്ത വന്നിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ കർണാടക സ്വദേശി കൊല്ലപ്പെട്ട വാർത്തയാണ്. അതേ പുൽപ്പള്ളിയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അമരക്കുനിയിൽ വന്യജീവി ആക്രമണം. വട്ടമല സ്വദേശി ജിജോയുടെ ആടിനെ ആക്രമിച്ചു കൊന്നു. കടുവയാണ് ആക്രമിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കും. സുജിത്ത് അയ്യപ്പത്ത് ഒരിക്കൽ കൂടി വയനാട്ടിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സുജിത്ത്, വെരി ഗുഡ് മോർണിംഗ് അഗൈൻ. അപ്പോൾ ഇത് ആ പ്രദേശത്ത് വയനാട്ടിലെ ഒരു സ്ഥിരം പ്രശ്നമായിട്ട് ഈ വന്യജീവി ആക്രമണം മാറുന്നുണ്ട്. ഒരു സ്ഥലത്താണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരിടത്താണ്. അവിടെ എല്ലായിടത്തും ഈ പറയുന്ന പോലെ കടുവ, പുലി, ആന ഇതൊക്കെ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്ന സാഹചര്യം. ഒരു ശാശ്വതമായ പരിഹാരം, അതിനെന്താണ് പോംവഴി എന്ന് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട സമയം അതിക്രമിക്കുന്നു. എന്താണ് സംഭവിച്ചത് ഇന്നലെ ഇവിടെ പുൽപ്പള്ളി? പ്രവിത, പ്രജിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായാലും ഈ അമരക്കുനി എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് ഈ കടുവ ഇറങ്ങി ഒരു ആടിനെ കൊലപ്പെടുത്തിയത്. ആടിനെ ജമുനാപ്യാരി ഇനത്തിൽപ്പെട്ട പാപ്പച്ചൻ എന്ന വിളിക്കുന്ന ജോസഫിന്റെ ആടിനെയാണ്, നാരകത്തറയിൽ ജോസഫിന്റെ ആടിനെയാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ആ മേഖലയിൽ, അതായത് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ 14 ക്യാമറ ട്രാപ്പുകളും 2 നിരീക്ഷണ ക്യാമറകളും ഒപ്പം തന്നെ കൂടും സ്ഥാപിച്ചിട്ടുണ്ട് വനം വകുപ്പ്. പക്ഷേ ഇതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ ഈ കടുവയുടെ ഇതെന്ന് കരുതുന്ന ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് നാട്ടുകാർ. അതിന്റെ പഗ് മാർക്ക് അടക്കം പരിശോധിച്ചിട്ടുണ്ട് വനം വകുപ്പ്. കടുവ തന്നെയാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതായത് ഈ ആക്രമിച്ച അതേ കടുവ തന്നെയാകാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പും വ്യക്തമാക്കുന്നത്. എന്തായാലും വട്ടമല ജിജോ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ ഈ ആട്ടിൻകൂട്ടിൽ നിന്നാണ് ആടിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കൊന്നിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഈ ആ മേഖല എന്ന് പറയുന്നത് വ്യാപകമായി തോട്ടങ്ങളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പകൽ മറഞ്ഞിരിക്കുകയും രാത്രി എത്തി ഈ ഇത്തരത്തിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. തൊട്ടടുത്താണ് കുറിച്യാട് വനമേഖല, വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗമായ വനമേഖലയാണ്. ഇവിടെ നിന്നും ഒരുപക്ഷെ ഈ പ്രായാധിക്യം മൂലം നാട്ടിലിറങ്ങുന്ന കടുവയാകാമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കടുവയാകാനുള്ള സാധ്യത. അതാണ് ഈ ആടിനെ എല്ലാം തന്നെ പിടികൂടുന്നത് എന്നുള്ളതാണ് വനംവകുപ്പും അനുമാനിക്കുന്നത്. കടുവയെ പിടികൂടാൻ ആ മേഖലയിൽ കൂട് സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ആട് നഷ്ടപ്പെട്ട ആൾക്ക് ധനസഹായം നൽകാനുള്ള നടപടികൾ ഉൾപ്പെടെ വനംവകുപ്പ് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. യെസ്, സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും. ഇത് നമ്മുടെ കമന്റ് ബോക്സിൽ വീണ്ടും ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. പ്രവിത ചേച്ചിയുടെ പാട്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് സുരഭി ശ്രീരാജ്. ഹായ് പ്രജിൻ ആൻഡ് പ്രവിത, ഗുഡ് മോർണിംഗ്. എൻ്റെ വീടിൻ്റെ അടുത്താണ്, അതായത് ഈ സ്ഥലം എന്ന് സിദ്ധാർത്ഥ കൃഷ്ണ എന്ന ഐഡിയിൽ വരുന്ന കഴിഞ്ഞ ദിവസം നമുക്ക് അവിടെ ചേട്ടൻ വന്നിരുന്നു. നമ്മുടെ കലോത്സവ നഗരിയിൽ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ചേട്ടാ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അരുൺജിമുട്ടയുടെ ഒരു കാര്യം പറയുന്നു. പ്രജിൻ പ്രവിത, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന കരമനയാറിന് ആറ്റുകാൽ പൊങ്കാലയുമായി ഒരു ബന്ധമുണ്ട്. കരമനയാറിന് അപ്പുറം പൊങ്കാലയിടാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം കേട്ട കാര്യം പങ്കുവെക്കുകയാണ്. ആധികാരികത അറിയില്ല. അതോടൊപ്പം ഇങ്ങനെ ഷഫീർ മണ്ണാർക്കാട് പറഞ്ഞു, 24-ലെ മുന്നണിയിലെയും പിന്നണിയിലെയും കമന്റ് ബോക്സിലെയും എല്ലാ സൗഹൃദങ്ങൾക്കും നേരുന്നു നല്ലൊരു ദിനം. തിരികെ അങ്ങോട്ടും നല്ലൊരു ദിനം നേരുന്നു ഷഫീർ. പിന്നെ ഇന്നലെ കലോത്സവ വേദിയിലൊന്നും നിങ്ങളെ കണ്ടില്ലല്ലോ, എവിടെ ഒളിച്ചിരുന്നു? എൻ്റെ ജനാർദ്ദൻ ചേട്ടാ, നമ്മളവിടെ നിറഞ്ഞു നിൽക്കുകയായിരുന്നില്ലേ, നമ്മളങ്ങനെ പൊളിക്കുകയായിരുന്നില്ലേ? അപ്പോൾ ശരിക്കും ഇന്നലത്തെ ഹീറോസ് എന്ന് പറയുന്നത് നമ്മളല്ല, നമ്മുടെ കുട്ടികളാണ് അല്ലേ? പ്രത്യേകിച്ചും തൃശ്ശൂരിലെ ചുണക്കുട്ടികളാണ്. അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാനും പ്രവിധിയും ഉൾപ്പെടെയുള്ള നമ്മുടെ 24-ന്റെ ഒരു വലിയ ടീം അല്ലേ?
അതെ, തൃശ്ശൂർ ടീം മാത്രമല്ല, നമ്മുടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ കുട്ടികളും മിടുക്കന്മാരും മിടുക്കികളും തന്നെയാണ്. അവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ഥാനം അനൗൺസ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ എ ഗ്രേഡ് കിട്ടുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷയായിരുന്നു വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ എല്ലാവരും മനസ്സ് നിറഞ്ഞാണ് ഈ കലോത്സവ നഗരിയിൽ നിന്ന് മടങ്ങിയതെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. മലബാർ വാലി ഒരു കമന്റ് കൂടെ വായിച്ച് നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ജനുവരി 9 ഇന്നത്തെ കുറിച്ചാണ്. ദേശീയ പ്രവാസി ദിനമാണ്. ലോകത്തിന്റെ പല കോണുകളിൽ ജോലി ചെയ്യുന്ന എല്ലാ ഭാരതീയർക്കും ആശംസകൾ നേരുന്നു എന്നാണ് മലബാർ വാലി എന്ന് പറയുന്ന ആ കമന്റിൽ നിന്ന്, ആ ഐഡിയിൽ വന്ന കമന്റ്. ഇനി നമുക്ക് വ്യത്യസ്തമായ ഒരു സ്റ്റോറിയിലേക്ക് പോകാം. വീട്ടിൽ പലരും പൂച്ചകളെ വളർത്താറുണ്ട്. വളർത്താറുണ്ടോ? വളർത്തിയിട്ടുണ്ട്, മുൻപുണ്ടായിരുന്നു. എന്തായിരുന്നു പൂച്ചയുടെ പേര്? ചിന്നു മിന്നു ഒക്കെയാണോ? അല്ല, പേര് കുറച്ച് വെറൈറ്റി. എന്റെ ഒരു കസിൻ ഇട്ട പേരാണ്. എന്ത് പ്രചോദനത്തിലാണ് ആ പേരിട്ടതെന്ന് എനിക്കറിയില്ല. അല്ലല്ല, ഉരുട്ടി. ഉരുട്ടിയോ? ഉരുട്ടി. അതായത് ആ പൂച്ചയെ കണ്ട് ഞങ്ങളുടെ വീട്ടിലെത്തുന്നവരൊക്കെ പേടിക്കുമായിരുന്നു, കാരണം അത്ര വലിയ പൂച്ചയായിരുന്നു അത്. എന്നാൽ സാധാ പൂച്ചയായിരുന്നു, നല്ല കട്ടിയുള്ള വാലൊക്കെയുള്ള ഭയങ്കര രസമുള്ളൊരു പൂച്ചയായിരുന്നു. ഞാൻ അതുപോലൊരു പൂച്ച പിന്നീട് കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, പലരും വീട്ടിൽ ഇത്തരത്തിൽ പൂച്ചയെയും നായ്ക്കളെയൊക്കെ വളർത്തുന്നുണ്ടാവും. അപ്പോൾ വ്യത്യസ്തമായ ഒരു ചിത്ര പ്രദർശനത്തെക്കുറിച്ചാണ് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. പൂച്ചയുമായി ബന്ധപ്പെട്ടാണ്. വീട്ടിൽ വന്നു കയറിയ പൂച്ചയെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ഈ ചിത്ര പ്രദർശനം എന്നുള്ളതാണ് പ്രത്യേകത. രമേശ് കുഞ്ഞൻ എന്ന ചിത്രകാരനാണ് കെയർ ഓഫ് എന്ന പേരിൽ കോട്ടയം ലളിതകലാ അക്കാദമി ഹാളിൽ ഈ ചിത്ര പ്രദർശനം നടത്തുന്നത്. മാക്കു എന്നാണ് ഈ സുന്ദരനായ പൂച്ചയുടെ പേര്. ഒരു വർഷം മുമ്പ് ചിത്രകാരൻ രമേശ് കുഞ്ഞൻ്റെ വീട്ടിലെത്തിയതാണ്. എവിടെ നിന്നോ വന്ന മാക്കു പിന്നെ വീട്ടിലെ ഒരംഗമായി. അങ്ങനെയാണ് ചിത്രകാരൻ്റെ വരകളിലേക്കും മാക്കു കടന്നു വരുന്നത്. മാക്കുവിൻ്റെ വിവിധ ഭാവങ്ങളും അവനുൾപ്പെട്ട വിവിധ സന്ദർഭങ്ങളും ചിത്രങ്ങളായി മാറി. പൂച്ചയുടെ വിവിധ ഭാവത്തിലുള്ള 18ഓളം ചിത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടും പൂച്ചയെ ഞാൻ ക്രൂരമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. വളരെ സ്നേഹത്തോടെ അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയായിട്ടാണ് മാക്കുവിനെ ഞാൻ ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. കറുപ്പും വെള്ളയും നിറമുള്ള സാധാരണ പൂച്ചയാണെങ്കിലും ചിത്രങ്ങളിൽ അങ്ങനെയല്ല. മാക്കുവിൻ്റെ പ്രവർത്തികൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ ഒക്കെ രമേശിൻ്റെ വരകളിലുണ്ട്. മാക്കുവിനെ പോലെ തന്നെ ആരുമധികം ശ്രദ്ധിക്കാത്ത ചേമ്പിലകൾക്കും ചിത്രങ്ങളിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 18 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. അക്രലിക് നിറങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ഞാൻ വരുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന, വഴിക്കൊണ്ടുമായി കാത്തിരിക്കുന്ന മാക്കുവിന് സമ്മാനങ്ങളോ പണമോ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ അവന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനമായിട്ടാണ് ഈ പ്രദർശനത്തെ ഞാൻ കാണുന്നത്. പ്രായമാകുമ്പോൾ മാക്കു തന്നെ വിട്ടു പോകുമെന്ന് ചിത്രകാരന് അറിയാം. എങ്കിലും കൂട്ടിലടച്ച് വളർത്താൻ തയ്യാറല്ല. അങ്ങനെ പോയാൽ മാക്കുവിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ കൂടിയാണ് ഈ ചിത്രങ്ങൾ. 24 കോട്ടയം. യെസ്, അപ്പോൾ അതാണ് ഒരു വ്യത്യസ്തമായ ചിത്ര പ്രദർശനമാണ്. അത് ആസ്വദിക്കേണ്ടവർക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. കോട്ടയം ലളിതകലാ അക്കാദമി ഹാളിലാണ് ഈ ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിക്ക് എനിക്ക് തോന്നുന്നു, എനിക്കറിയാം പ്രകൃതിക്ക് വാഹനങ്ങളോട് കമ്പമുണ്ട് അല്ലെ? വാഹനങ്ങൾ ഇഷ്ടമാണ്. വാഹനങ്ങളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അതെ, വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് കാർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതുപോലെയുള്ള വണ്ടിപ്രാന്തന്മാർ അങ്ങനെ വിളിക്കാം. അത് നല്ല പോസിറ്റീവായിട്ടാണ്. അല്ല, അത് പോസിറ്റീവ് നോട്ടാണ്. അത്രയധികം താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ശ്രദ്ധിക്കാറുണ്ട് എന്നേ ഉള്ളൂ. അപ്പോ ഏതൊരു വണ്ടി ഭ്രാന്തന്മാരെയും കൊതിപ്പിക്കുന്ന ഒരു സൂപ്പർ വണ്ടി പത്തനംതിട്ട നഗരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് മാത്രമല്ല, വിന്റേജ് ഇനത്തിൽപ്പെട്ട, വിന്റേജ് സീരീസിൽപ്പെട്ട കാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ പ്രേമികൾക്ക് ആ വാഹനം ഇഷ്ടമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്ത് തന്നെ അപൂർവ ഇനം ആയിട്ടുള്ള ഈ ഒരു മോഡൽ കാറാണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. ആ മോഡലിന്റെ ഉടമ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് പ്രത്യേകത, അത് മറ്റാരുമല്ല മുൻ മന്ത്രി
ആർ ബാലകൃഷ്ണ പിള്ളയാണ്. അതിന്റെ നമ്പറും ഒരു ഫാൻസി നമ്പറാണ് KCT 0050. അതാണ് വണ്ടി നമ്പർ. അപ്പോൾ ആ കാറിന് ചില കാര്യങ്ങളുണ്ട്, ചില വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ കയറിയിരിക്കുന്ന ഈ ഒരു കാറ് മാരുതി കാർ, ഇതൊരു പഴയ കാറാണ്. കാറിൻ്റെ നമ്പറും കുറച്ച് എന്താ പറയുക, ഒരു ഫാൻസി നമ്പറാണ്. KCT 0050. പണ്ട് KCT 50 എന്ന് മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വണ്ടി ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. ഈ വണ്ടിയുടെ ഓണർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒരു ചരിത്രം, ഒരു പ്രമുഖ വ്യക്തിയുടെ വണ്ടിയായിരുന്നു. പ്രമുഖ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേഖാപ്രകാരം ആർ ബാലകൃഷ്ണപിള്ളയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓണർ. അത് കഴിഞ്ഞിട്ടൊരു 3-4 ഓണർഷിപ്പ് മാറി ഞാൻ എടുത്തതാണ്. ഞാൻ എടുത്തിട്ടിപ്പോൾ ഒരു 15 വർഷമായി. എന്താ ഈ വണ്ടിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നാണ് ചേട്ടൻ കരുതുന്നത്? പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീസൽ വണ്ടിയാണ്. ഓക്കെ, എൻ്റെ അറിവിൽ ഇപ്പം കേരളത്തിൽ ഒരു ഡീസൽ വണ്ടി ഉണ്ടോ? മാരുതിയുടെ അല്ലേ? മാരുതിയുടെ ഡീസൽ. നമുക്കറിയാം, ആർ ബാലകൃഷ്ണപിള്ള കേരളത്തിൻ്റെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു അദ്ദേഹം. 1987 ഈ വാഹനം അദ്ദേഹം എടുത്തതെന്നാണ് രേഖകൾ പ്രകാരം പറയുന്നത്. പക്ഷേ മനസ്സിലാക്കുന്ന പ്രകാരം ഇത് ഓടിച്ചു നടന്നത് ചിലപ്പോൾ ഒരു പക്ഷേ KB ഗണേഷ് കുമാർ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ മന്ത്രിയായ, ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് ഈ വണ്ടി അറിയുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ചേട്ടാ, അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും, തീർച്ചയായും. എന്തായാലും മന്ത്രി മിനിസ്റ്റർ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ആർ ബാലകൃഷ്ണപിള്ള മകനല്ലേ, അദ്ദേഹം ഒരുപാട് കാലം ഉപയോഗിച്ച വണ്ടിയാണെന്ന് എനിക്ക് കിട്ടിയ അറിവ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 30 മൈലേജ് കിട്ടും. 30 കിട്ടും. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ കടൽ പോലും ഇങ്ങനെ കിടക്കും. 5 ഗിയറാണ് വണ്ടി. അത് പൂക്കുറ്റി പോലെ പൊക്കോളും, ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല. നമ്മളല്ല എഞ്ചിൻ കയറ്റിയിരിക്കുന്നത്. ഇത് അറിവും പ്രകാരം ആദ്യം ആർ ബാലകൃഷ്ണപിള്ള, ഗണേഷ് കുമാർ ആ സമയത്ത് അവർ ഡാഡ്സു എന്ന് പറയുന്ന എഞ്ചിന് ഇമ്പോർട്ട് ചെയ്ത് ഇതിൽ കയറ്റി. നമ്മുടെ ബുക്കിലും ഡീസലാണ്. ഇത് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ? കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എത്ര രൂപ വരെയൊക്കെ പറഞ്ഞു? ഒരു 1 ലക്ഷം രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. എന്നാലും KB ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വണ്ടിയാണെങ്കിൽ അദ്ദേഹം തിരിച്ചറിയട്ടെ. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണ്ണും ഈ ചേട്ടന്മാർക്കും ഒപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. അപ്പോൾ വണ്ടി ഭ്രാന്തന്മാരൊക്കെ ആ രീതിയിലാണ്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. അവിടെ നമ്മുടെ PCR-ലുള്ള TP നിതിൻ നമ്മുടെ ഓൺലൈൻ സ്വിച്ചറാണ്, ഒരു കിടിലൻ വണ്ടി ഭ്രാന്തനാണ്, അത് റേസറാണ്. അപ്പോൾ അതുപോലെ അവർക്കൊക്കെ, അത്തരം ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തായാലും ആ വണ്ടി കാണാൻ ആഗ്രഹിക്കുന്നവർക്കും നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം. ടൗണിലൂടെ തലങ്ങും വിലങ്ങും അത് ഓടുന്നുണ്ട് എന്നാണ് ശ്രീകുമാർ നൽകിയ വിവരം. എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ചെടി ഇരിപ്പുണ്ട്, ചെടിയുടെ ഒരു ഭാഗം ഇരിപ്പുണ്ട്. നമ്മുടെ സാരഥി വിഷ്ണു കൊണ്ട് തന്നതാണ് എനിക്ക്. സമ്മാനിച്ചതാണ്. സമ്മാനിച്ചതാണ്. അപ്പൊ ഇതിന്റെ പേരറിയുന്നവർ കമന്റ് ബോക്സിൽ വളരെ പെട്ടെന്ന് ഇടുക. ശരിയായ ഉത്തരം നൽകുന്നവർക്ക് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് പ്രത്യേക സമ്മാനമൊന്നുമില്ല. പ്രവിത അതിനൊരു പേര് പറഞ്ഞിട്ടുണ്ട്, പൂച്ചവാലൻ. അതിതാണോ ഇവിടെ പറയേണ്ട കാര്യം ഞാൻ പിന്നെ പറയണ്ടേ? അപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് കമന്റ് ബോക്സിൽ വരട്ടെ ഇത് എന്ത് പൂവാണ്, ചെടിയാണെന്നുള്ളത്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഞാൻ അല്പസമയം മുൻപ് ഒരു ചെടി കാണിച്ചിട്ട് അതിന്റെ പേരെന്താണ്, ഒരു പൂവ് അല്ലെങ്കിൽ പുല്ല്, അത് കാണിച്ചിട്ട് അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ രസകരമായ ഒരുപാട് കമന്റ്സ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. കരിമ്പിൻ പൂവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വസന്തകുമാരി പറയുന്നുണ്ട്. അതുപോലെ പിന്നെ കൺഫ്യൂസ്ഡ് ബേബി ഒക്ടോപ്പസ് എന്ന് പറയുന്ന ഐഡിയും പറയുന്നു കരിമ്പിൻ പൂവാണെന്ന്. അല്ല, സല്ലാപ പൂ എന്ന് പറയാറുണ്ടെന്ന് പറയുന്നു. അപ്പൂപ്പൻ താടിയല്ലേ എന്ന് ചോദിക്കുകയാണ് ജയൻ നായർ. അപ്പൂപ്പൻ താടിയൊന്നും അല്ല. ഷുഗർ കീൻ ഫ്ലവർ എന്ന് മാത്യു പറയുന്നു. എല്ലാവരും കരിമ്പിൻ പൂവ് എന്നാണ് പറയുന്നത്. അതെ, കരിമ്പിൻ പൂവ് എന്ന് പറയുന്നുണ്ട്. ഇത് പാമ്പസ് ഗ്രാസ് എന്നാണ് ഇതിന്റെ പേരെന്നാണ് നമ്മുടെ അറിവ്. അതെ, ചോളപ്പൂവ് എന്ന് പറയുന്നുണ്ട്. റോഡരികിൽ കാണുന്ന ഒരു തരം പുല്ലിന്റെ ഏവാണ് എന്ന് പറയുന്നു. അതിന് പ്രത്യേകം പേരൊക്കെ ഉണ്ടോ എന്ന് മറ്റൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ഇത് വഴിവക്കൽ കാണുന്നതല്ലേ, ഇതിന് പ്രത്യേക പേരുണ്ടോ? എന്നാ വേറൊരു സംഭവം ഉണ്ട്. അഷ്റഫ് അത്തോളി പറഞ്ഞു, പ്രജിനെ പ്രവിത പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുടെ നാട്ടിലും അതിനെ പൂച്ചവാൽ എന്ന് പറയും. അതാണ് ചുമ്മാ പ്രവിത പറഞ്ഞതാണ്. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് സത്യമാണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ലോകത്ത് എവിടെയും ഇല്ലാത്ത എന്റെ ഉരുട്ടിയുടെ ഓർമ്മയ്ക്ക് മൊത്തം പൂച്ചപുരാണാണല്ലോ, പൂച്ചവാലും. ലോകത്ത് എവിടെയും ഒരു പൂച്ചയ്ക്കും ഉരുട്ടിന്ന് പേരുണ്ടാവില്ല. അതെ അതെ, അത് ശരിയാ, അത് ശരിയാ. നമുക്ക് അടുത്ത വാർത്ത കൊടുത്താലോ?
ഓക്കെ, അടുത്ത വാർത്തയിലേക്ക് പോവാം. ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അറസ്റ്റിലായി. കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ചേലോറ സ്വദേശി CEO വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ചിട്ടികളുടെ ഈടായി സ്വീകരിച്ച ഭൂമിയുടെ അടിസ്ഥാന വില 10ഉം 20ഉം ഇരട്ടിയായി എഴുതി കാണിച്ച് 20 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നതാണ് കണ്ടെത്തൽ. കണ്ണൂർ, ഇരിട്ടി റീജിയനുകളിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തിരുന്ന കാലയളവിലാണ് ക്രമക്കേട് നടത്തിയത്. ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റൊരു വാർത്തയിലൂടെ പോവാം. ജോ ആൻഡ് ലിസ് ജോയുടെ ചെറുകഥാ സമാഹാരം ഗ്യാസലിൻ റെയിൻബോസ് പ്രകാശനം ചെയ്തു. കാക്കനാട് റെക്ക ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം അധ്യക്ഷനായ ചടങ്ങ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. A റഹീം MP മുഖ്യ അതിഥിയായി. ഗായത്രി M പുസ്തകം പരിചയപ്പെടുത്തി. NE സുധീർ, റൂബി ആന്റണി, ഡോക്ടർ റോണി മാത്യു കടവൽ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. പ്രിസം ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാജഗിരി പബ്ലിക് സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജോ ആൻഡ് ലിസ് ജോ. പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രാജഗിരി പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ജോവാനിന്റെ അനിയത്തിയുമായ ജിയന്ന ബ്രിജിറ്റ് ജോയാണ്. ജോവാനും ജിയന്നയും എറണാകുളം ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫിന്റെയും എറണാകുളം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറായ ഡോക്ടർ ദയാ പാസ്കലിന്റെയും മക്കളാണ്. യെസ്, അപ്പോൾ നമുക്കിനി വീണ്ടും കലോത്സവ നഗരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കലോത്സവ നഗരി ഇല്ല ഇപ്പോൾ, പക്ഷേ കലോത്സവ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത 5 ഈ ഗോത്ര കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യത്തെ കലോത്സവം എന്ന് പറയാം. ആ 5 നൃത്തരൂപങ്ങളിൽ അല്ലെങ്കിൽ ആ കലാരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പളിയ നൃത്തം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ അപൂർവം എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. അതായത് പഠിപ്പിക്കാൻ പരിശീലകരില്ലാതെ, ഒരു പരിശീലകരില്ല, കാരണം ഇത് അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കലാരൂപവുമല്ല. അല്ല, അതെ. അപ്പൊ അത് യൂട്യൂബ് നോക്കി ഗോത്ര കലാരൂപമായ പളിയ നൃത്തം പഠിച്ച് കലോത്സവ വേദിയിൽ അവതരിപ്പിച്ച് കൈയടി നേടിയ മിടുക്കരെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം അത് സ്കൂൾ തലത്തിൽ, സബ് ജില്ലാ തലത്തിൽ, ജില്ലാതലത്തിലൊക്കെ കടന്നിട്ടാണ് സംസ്ഥാന തലത്തിൽ, അതും ഒറ്റയ്ക്കാണ് പരിശീലിച്ചത്. യൂട്യൂബ് നോക്കിയായിരുന്നു പരിശീലനം. കൊല്ലം പള്ളിമൺ ഗവൺമെന്റ് HSSലെ കുട്ടികളാണ് അല്ലേ? ഇടുക്കി ജില്ലയിലെ പളിയ നൃത്തം അവതരിപ്പിച്ച് A ഗ്രേഡ് നേടിയത്. പരിശീലകർ ഇല്ലാതെ പഠിച്ച നൃത്തവും അതുമായി ബന്ധപ്പെട്ട വിശേഷവും നോക്കാം. ഫലപ്രഖ്യാപനത്തിനായി ബഹുമാനപ്പെട്ട ജഡ്ജിനെ ക്ഷണിക്കുകയാണ്. ഭയങ്കര ടെൻഷൻ. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ചു കിട്ടണമല്ലോ അതിന്. പിന്നെ ചില അല്ല കിട്ടൂ തന്നെ പഠിച്ചതാ. അപ്പം അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്. ബാക്കി എല്ലാവർക്കും സാറുമാരും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്. സന്തോഷമൊക്കെ ഉണ്ടുള്ള കരച്ചിൽ, സന്തോഷ കണ്ണീര്, ആനന്ദ കണ്ണീര്. ഇതെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് എല്ലാ സാധനങ്ങളും ഞങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്.
സബ് ജില്ല കഴിഞ്ഞു, ജില്ല കഴിഞ്ഞു, സ്റ്റേറ്റ് വരെ എത്തി. അതൊരു വലിയ കാര്യമാണ്. നമ്മളൊരു ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് സ്വന്തമായിട്ട് പഠിച്ചു വരിക എന്ന് പറഞ്ഞൊരു വലിയ കാര്യം തന്നെ. കുട്ടികൾ താനെ പഠിച്ചതാണ്. പ്രധാനമായിട്ടും പ്രിൻസിപ്പളിൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ഒന്നിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഒരു രൂപരേഖയില്ലാത്ത ഒരു ഈ നൃത്ത കലാരൂപത്തിലേക്ക് കുട്ടികൾ കാണിച്ച ഒരു എഫേർട്ട്, അത് ഞങ്ങൾ അധ്യാപകരൊന്നും പകച്ചുപോയി അവിടെ. സത്യം പറഞ്ഞു, പണക്കൊഴുപ്പിൻ്റെ മേളയാണ് സാധാരണയായി ഈ കലോത്സവങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെല്ലാം തനതായ കാര്യങ്ങളാണ്, വളരെ ചെലവ് കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് അവർ ശരിക്കും ആ കലാരൂപം കൃത്യമായി അവതരിപ്പിച്ചു എന്ന് തന്നെ പറയാം. போட்டவளே அல்லேலேலேலோ தானா வளர்ந்தவளே இல்லேலேலேலோ கண்டாட்டி போட்டவளே அல்லேலேலேலோ தானா வளர்ந்தவளே அல்லேலேலேலோ. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് ഇപ്പോൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് കുട്ടികൾ അത് പഠിച്ചെടുത്തതെന്ന് നമുക്ക് ആ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒറ്റയ്ക്ക് പഠിക്കുക, അത് യൂട്യൂബ് നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് അല്ലേ? അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെക്ക് ഡാമിന് സമീപമാണ്. ഇവിടെ ഭംഗിയുള്ള ദൃശ്യങ്ങൾ ഷൈജു ചാവശ്ശേരി പ്രേക്ഷകർക്ക് കാണിച്ചു തരും. നല്ല ഭംഗിയുണ്ട്. അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ അങ്ങോട്ട് ഇറങ്ങാൻ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ആ സാഹസത്തിന് മുതിരുന്നില്ല. രാവിലെ മൂക്കുകുത്തി വെള്ളത്തിൽ കിടക്കും, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച്. അതെ അതെ. അപ്പോൾ നമുക്ക് വാർത്തകളുണ്ട്. ഈ നിറവൻകര വാക്ക് വേയിലൂടെ നമ്മളിങ്ങനെ മോർണിംഗ് വാക്ക് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശബരിമല വരെ പോകണം. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നറിയുന്നത്, ചടങ്ങുകളടക്കം നമുക്ക് നോക്കാം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഇന്നു മുതൽ നടപ്പാക്കും. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഇന്നു മുതൽ നിലയ്ക്കലിലാണ് പ്രവർത്തിക്കുക എന്ന് പ്രേക്ഷകരെ അറിയുക. കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടൂ. ഇന്ന് മുതൽ 5000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. മറ്റന്നാൾ മുതൽ കാനനപാത വഴി തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഞായറാഴ്ച മുതൽ പമ്പയിലെ പാർക്കിംഗും ഒഴിവാക്കിയേക്കും. ചൊവ്വാഴ്ചയാണ് മകരവിളക്ക്. ഇനി ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നേരത്തെ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞിരുന്നു കുടജാദ്രി എന്ന പാട്ട് പാടുമ്പോൾ, നേരത്തെ കുടജാദ്രി തുടങ്ങുന്ന ഒരു പാട്ട് പ്രവിധ പാടി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മറ്റൊരു പാട്ട് കൂടി ഉണ്ട്, ഒരു പക്ഷേ പ്രേക്ഷകർ അതായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു 4 വരി പാടാം. കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. അടിപൊളി അടിപൊളി അടിപൊളി. ഇതാ നടക്കാൻ വന്നൊരു ചേട്ടൻ കൈയടിക്കുന്നുണ്ട്. ചേട്ടാ വാ. ഗുഡ് മോർണിംഗ് ചേട്ടാ. നമസ്തേ. സന്തോഷ് കുമാർ. അപ്പം വാക്ക് വേ എല്ലാ ദിവസവും നടക്കാറുണ്ട്. വ്യായാമം ചെയ്യും. നിങ്ങളെ പ്രോഗ്രാം എന്നും കാണും, പാട്ട് കേൾക്കും. ഞാൻ ശ്രദ്ധിച്ചത്, പാട്ട് കേട്ടതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. കറക്റ്റ് സമയത്താണ് എത്തിയത് അല്ലേ? ഓക്കെ. അപ്പം സുഖമായിരിക്കുന്നു? സുഖമാണ്. അപ്പം എന്താണ്, എത്ര ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസവും നടക്കാറുണ്ട്? എത്ര മണിക്കൂറും? 40 മിനിറ്റ് വ്യായാമം ചെയ്യും. അത് നിർബന്ധമാണ്, നിർബന്ധമായിട്ട് ചെയ്തിരിക്കും. ഈ വോക്ക് വേയെ കുറിച്ച് ചോദിക്കട്ടെ. ഈ വോക്ക് വേയുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ അല്ലേ? ആയില്ല. 12 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇത് കേരള സർക്കാർ ചെയ്യുന്ന പറഞ്ഞു, പക്ഷേ കേന്ദ്ര സർക്കാരും കൂടി ചേർന്നുള്ള നദിയോടങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇനി ഇവിടെ ജിമ്മ് വരാൻ പോകുന്നു, കോഫി കഴിക്കുന്നതിനുള്ള ഒരു സെറ്റപ്പ്, എല്ലാ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. വാർദ്ധക്യ സൗകര്യമുള്ള ആൾക്കാർക്ക് വന്നിരിക്കാനും ശ്രമിക്കാനും കൂടി നടത്തും. ഇവിടെ യോഗ നടക്കുന്നുണ്ട്.
അവർ ഒരു ഗ്രൂപ്പുണ്ട് അതിൽ. അവരുടെ ഒരു ആഘോഷങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീടുകളിൽ നിന്ന് ഒറ്റ തിരിഞ്ഞാണല്ല അച്ഛനും അമ്മമാരെ കഴിയണത്. അവർക്ക് ഇവിടെ വന്ന് ആനന്ദിക്കാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട്. ഇപ്പോൾ അവർ വന്ന് യോഗയൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാനും പിന്നെ അവരുടെ ഈ ജന്മദിനങ്ങൾ ഇതിനൊക്കെ നല്ലൊരു ആഘോഷങ്ങൾ നടത്താറുണ്ട്. ഞാൻ അതിലെല്ലാത്തിനും പങ്കാളിയാവും. അടിപൊളി അടിപൊളി. അപ്പോൾ ചേട്ടാ പേരെന്താ? എൻ്റെ പേര് സന്തോഷ് കുമാർ. ചേട്ടാ നടക്കട്ടെ. അപ്പം നടത്തം മുടക്കണ്ട, നടന്നോട്ടെ. എനിക്ക് തോന്നുന്നു ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 1:40 അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരു 3 കിലോമീറ്ററിനകത്ത് നടത്താൻ കിട്ടും. നല്ല ഒരു ഇതാണ്. അതെ, നമ്മൾ അവിടെ വരെ പോയിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഇനി കുറേ കാര്യങ്ങൾ വരാനുണ്ട്. പിന്നെ ഇതിപ്പം നമ്മുടെ രാജഗോപാൽ MP നമ്മൾ ചെയ്തതാണ്. ഇത് വന്നിട്ട് നമ്മുടെ അലക്കുകാർക്ക് വെള്ളം കെട്ടി നിൽക്കുക, ആ സമയവും അവർക്ക് പണി നടത്താം, അതിനുവേണ്ടി ചെയ്തതാണ്. അതിൻ്റെ ഒരു മീറ്ററോടെ വെച്ചിട്ടുണ്ട്, ഇത് അറിയാൻ വേണ്ടിയുള്ള വെള്ളപ്പൊക്കം വരാതിരിക്കാനുള്ള നോക്കുന്നുണ്ട്. നല്ലൊരു ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും കാണാം. തുടർന്ന് 24 ഭാഗമാകും. ഓക്കെ, താങ്ക് യു. അപ്പൊ സന്തോഷ് കുമാർ ഏട്ടനാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. പറഞ്ഞതുപോലെ തന്നെ ഇത് കണ്ട് ഇതൊരു പ്രത്യേക നിർമ്മിതിയാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള ടൈൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ ചെടി കയറ്റി വിടാനാണോ മറ്റെന്തെങ്കിലും ആണോ അവരുടെ പദ്ധതി എന്ന് അറിയില്ല. നമ്മുടെ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് വേണം പ്രകൃതിക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ. ഇല്ല, ഇനി ഇതിൽ ഫോട്ടോ എടുക്കാനൊന്നും ഇനി ഇങ്ങോട്ട് വരുന്നില്ല. യെസ്, നമുക്ക് പെട്ടെന്ന് അടുത്തൊരു വാർത്ത കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് പെട്ടെന്ന് എത്തിക്കാം അല്ലേ? കണ്ണൂരിൽ നിന്നുള്ള വാർത്ത ആണ് അല്ലേ? കണ്ണവം വനത്തിൽ യുവതിയെ കാണാതായിട്ട് 9 ദിവസം പിന്നിട്ടു. യുവതിക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. യെസ്, വിറക് ശേഖരിക്കാൻ പോയ യുവതിയാണ് കാണാതായത്. കണ്ണവം കോളനിയിലെ സിന്ധുവിനെ കണ്ടെത്താനായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഡോഗ് സ്ക്വാഡ്, ഡ്രോൺ എന്നിവ എത്തിച്ച് ഉൾവനത്തിൽ തെരച്ചിൽ നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ്, വനപാലകർ ഉൾപ്പെടെയുള്ള പ്രത്യേക സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഡിസംബർ 31-നാണ് വിറക് ശേഖരിക്കാൻ ഉൾവനത്തിലേക്ക് പോയ സിന്ധുവിനെ കാണാതായത്. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ എന്താണ് ഈ നിമിഷം പറയുന്നത് എന്ന് നോക്കാം. ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ രാവിലെ കേട്ട പാട്ട് അടിപൊളി എന്ന് ലീന ജോൺ പറയുന്നു. അപ്പോൾ ലീന ചേച്ചി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പ്രജിൻ ചേട്ടന്റെ പാട്ട് കലക്കിയെന്ന് പറയുന്നുണ്ട്. ആഗ്രഹിച്ച പാട്ടാണെന്ന് മിനി ബാബു പറയുന്നു. 2 പാട്ടും കേട്ടതിൽ സന്തോഷം റീന പറയുന്നുണ്ട്. യെസ്, അപ്പോ നമുക്ക് പൂർത്തിയാക്കാം ഈ നടപ്പ്. ഇന്നത്തെ നടത്തം അടുത്ത ദിവസം മറ്റൊരു ദിവസം കാണാം.